കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 3-ാം സർഗം 31-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഭഗവാൻ സൃഷ്ടിയാദി ലീലകൾ നടത്താനായിട്ട് മായലത്ത് ഗുണങ്ങളെ അംഗീകരിച്ച് ഗുണങ്ങളോട് കൂടിയവനെന്ന പോലെ പ്രകാശിക്കണു അല്ലേ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ആയിട്ട് വാസ്തവത്തിൽ ഗുണാതീതനാണ് ഭഗവാൻ. സൃഷ്ടിയാദി ലീലയ്ക്കായിക്കൊണ്ട് മാത്രം ഗുണവാനെ പോലെ പ്രകാശിക്കുകയാണ്. വാസ്തവമായിട്ടും ഭഗവാന് ഗുണബന്ധം അല്ലെങ്കിൽ മായാബന്ധം ഇല്ല എന്നാണ്. മായയ്ക്കപ്പുറത്താണ് അർത്ഥം. ഇനി 32 കഴിഞ്ഞിട്ടില്ല കേട്ടോ. അഗസ്ത്യസ്തുതി. രാമ മായാദ്വിധാ ഭാതി വിദ്യാവിദ്യേതി തേ സദാ. വിദ്യാവിദ്യേതി എന്നാണ്. പ്രവൃത്തിമാർഗനിരത അവിദ്യാവശവർത്തിന നിവൃത്തിമാർഗനിരത വേദാന്താർത്ഥവിചാരകാഃ. രാമ മായാ ദ്വിധാഭാതി. ഹേ രാമ, മായ തന്നെ 2 വിധത്തിൽ പ്രകാശിക്കുന്നു. ഭാതി പറഞ്ഞില്ലേ. തേ സദാ വിദ്യ അവിദ്യ ഇതി. അതേതാച്ചാൽ ഒന്ന് വിദ്യ ഒന്ന് അവിദ്യ. അത് രണ്ടും മായ തന്നെയാണ്. അവിദ്യാവശവർത്തിനഃ, അവിദ്യയ്ക്ക് അധീനന്മാരായോര് പ്രവൃത്തിമാർഗനിരത, അതായത് ഈ ഭൗതിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവൃത്തിമാർഗത്തിൽ സഞ്ചരിക്കണു. നിവൃത്തിമാർഗനിരതാഹ, നിവൃത്തിമാർഗത്തിൽ പറഞ്ഞു എന്താ വെച്ചാൽ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ വേദാന്താർത്ഥ വിചാരകാഹ, വേദാന്തത്തിൻ്റെ അർത്ഥങ്ങളെ ആലോചിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണു. അതാണ് പ്രവൃത്തി നിരതന്മാരെ. മീൻസ് ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എപ്പോഴും കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഏത്? പ്രവൃത്തി നിരതന്മാർ. അതായത് അവിദ്യയ്ക്ക് അധീനരായവർ, അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനത്തിന് അധീനരായവരാണ് പ്രവൃത്തിനിരതന്മാരായിട്ട് ഭൗതിക പുരോഗതിക്ക് വേണ്ടി എപ്പോഴും സകാമകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെയോ അതായത് വിദ്യാവശവർത്തിനിയായിട്ടുള്ളവർ, അതായത് മോക്ഷത്തിനുള്ള ഒരു അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ, അങ്ങനെ ആഗ്രഹമുള്ളവരെന്താണ് ചെയ്യുക? അവർ മോക്ഷത്തിനായിക്കൊണ്ടുള്ള പഥത്തിൽ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യും? വേദാന്താർത്ഥ വിചാരം ചെയ്യും. അതാണ് ഇതിൽ പറഞ്ഞത്. രാമ മയാ ദ്വിധാഭാതി വിദ്യ അവിദ്യേതി സദാ. മായയ്ക്ക് 2 ഉണ്ട്, വിദ്യയുണ്ട് അവിദ്യയുണ്ട്. അപ്പോൾ വിദ്യാവശകരായിട്ടുള്ളവരെ മോക്ഷത്തിന് ശ്രമിക്കും. അവിദ്യയുടെ കീഴിലുള്ളവരെ, അവിദ്യയ്ക്ക് വശംവദരായിട്ടുള്ളവരെ ഈ പ്രവൃത്തിനിരതന്മാരാവും എന്ന് പറയില്ലേ. അതായത് ഭൗതിക ഇതിനു വേണ്ടി ശ്രമിക്കും. മറ്റൊരു നിവൃത്തി പറഞ്ഞാൽ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കും. രാമ മായാ ദ്വിധാഭാതി വിദ്യാവിദ്യേതിതാ സദാ പ്രവൃത്തിമാർഗനിരത അവിദ്യാവശവർത്തിനഃ നിവൃത്തിമാർഗനിരത വേദാന്താർത്ഥ വിചാരകാഃ. ഇനിയോ അതായത് എന്താ പറയുക, അതിൽ നമുക്ക് ഈ വിദ്യ 2 ഉണ്ട്. മായ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം വീണ്ടും വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽ തിരിയേണ്ടി വരണതാണ് ഈ പ്രവൃത്തി മാർഗേ. മറ്റതോ ഈ ജന്മ മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ് നിവൃത്തിമാർഗം. അതാണ് പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗവും. ഒന്ന് ജനനമരണ ചക്രത്തിൽ പിന്നെയും ചുറ്റി തിരിഞ്ഞും കൊണ്ടേയിരിക്കും. അതാണ് പ്രവൃത്തിമാർഗം. നിവൃത്തിമാർഗം എന്ന് പറഞ്ഞാൽ ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. അതിന് സഹായം ഏതാണ്? ഉപനിഷത്തിൻ്റെ അർത്ഥങ്ങളും പുരാണങ്ങളും പുരക്ഷണങ്ങളും വായിക്കുകയും അതിനെപ്പറ്റി നമ്മൾ മനനം ചെയ്യണത്. അങ്ങനെയാണ് അതായത് ഭഗവാനെ ഭജിക്കാനും ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നെ ഔത്സുക്യം ഉള്ളവരാണത്രേ ഏത്? വിദ്യാസ്വരൂപന്മാർ. മറ്റവരെ ഭൗതികത്തിൽ മാത്രമുള്ള അവിദ്യാസ്വരൂപരാണ്. അത് 2 മായയുടെ തന്നെയാണ് കേട്ടോ. ഇനി 34 അവിദ്യാവശകായേതു നിത്യം സംസാരിണശ്ചതേ വിദ്യാഭ്യാസരതായേതു നിത്യമുക്താസ്തു ഏവഹി. ഏതു അവിദ്യാവശകം, അവിദ്യയ്ക്ക് അധീനരായവർ
തേ നിത്യം സംസാരിണ, അവർക്ക് എപ്പോഴും ഈ ചക്രത്തിൽ തിരിയണം. സംസാരികളാണ് അവർ. ഏതു വിദ്യാഭ്യാസരതാഹ, എന്നാൽ വിദ്യാഭ്യാസത്തിൽ മീൻസ് വിദ്യ വെച്ചാൽ ശരിക്കുള്ള ജ്ഞാനമാണ് കേട്ടോ. ജ്ഞാനം തൽപരരായവർ തേ ഏവ നിത്യമുക്ത, അവരെന്നെയാണ് നിത്യമുക്തന്മാരായിട്ട് തീരണത് ലേറ്റർ. അതിൽ ആ പാതയിൽ സഞ്ചരിച്ച് മുക്തി കിട്ടും. മറ്റവർക്ക് ഒരിക്കലും മുക്തി ഇല്ല, ഇതിൽ കടന്ന് തിരിയണേ. ഇനി 34 വായിച്ചു 35. അവിദ്യാവശകായേതു നിത്യം സംസാരിണശ്ചതേ വിദ്യാഭ്യാസരതായേതു നിത്യമുക്താസ്തു ഏവ ഹി ലോകേ ത്വദ്ഭക്തിനിരതാസ്ത്വൻ മന്ത്രോപാസകാശ്ചയേ വിദ്യാ പ്രാദുർഭവേ തേഷാം നേതരേഷാം കദാചന. ലോകത്തിൽ യേ ത്വദ്ഭക്തിനിരതാഹ, അതായത് ഭഗവാനെ എപ്പോഴും ഭജിക്കുന്നവർ, കാച്ച ഏതൊരുത്തർ, അതായത് ആർക്കാണ് ഭഗവാനോട് ഭക്തി ഉള്ളത് വെച്ചാൽ അവർ അങ്ങയുടെ നാമമന്ത്രത്തെ എപ്പോഴും ജപിക്കുന്നവരായിരിക്കും. കാച്ചാന്ന് മീൻസ് അവർ ഭഗവത് ഭക്തിയുള്ളവർ അങ്ങയുടെ നാമം ജപിക്കും. തേഷാം വിദ്യാ പ്രാദുർഭവേത്, അവർക്ക് പതുക്കെ വിദ്യ ഉണ്ടാവും, മീൻസ് ജ്ഞാനം ഉദിക്കും. ഇതരേഷാം ന കദാചന, അങ്ങനെ ഒരാഗ്രഹം തന്നെ ഇല്ലാത്തവർക്ക് ഒരിക്കലും അത് സംഭവിക്കില്ല. അതായത് ലോകത്തിൽ ആരാണ് ഭഗവാനിൽ ഭക്തിയും ഭഗവാനോടുള്ള ഭക്തിരസത്തിൽ ആരാണ് ശരിക്കും ആനന്ദിക്കുന്നത്, അവർ ഭഗവാനോടുള്ള ഭക്തിയിൽ ആനന്ദം അനുഭവിക്കുന്നവരൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭഗവാനെ ഉപാസിച്ചാൽ അവർക്ക് എപ്പോഴെങ്കിലും ആത്മസ്വരൂപ ജ്ഞാനം ഉണ്ടാവും. എന്നാലോ അങ്ങനെ ഭഗവാനോട് വൈമുഖ്യമുള്ളവരെ, വിമുഖന്മാരോ ഒരിക്കലും ഇന്ന് രക്ഷപ്പെടാതെ ഈ സംസാര ചക്രത്തെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൽ പറഞ്ഞത്. ലോകേ ത്വദ്ഭക്തി നിരതാസ്ത്വൻ മന്ത്രോപാസകാശ്ചയേ, അതാണ് അങ്ങയിൽ ഭക്തിയുള്ള ഒരു നാമജപം മാത്രമായാലും മതിയല്ലോ, എന്തെങ്കിലും ഭഗവാനെ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കും. വിദ്യാ പ്രാദുർഭവേ തേഷാം നേതരേഷാം കദാചന, അവർക്ക് പതുക്കെ കണ്ട മോക്ഷം കിട്ടും, മറ്റവർക്ക് കിട്ടൂല. അതസ്ത്വദ്ഭക്തി സമ്പന്ന മുക്തായേവ ന സംശയ ത്വദ്ഭക്തി അമൃതഹീനാനാം മോക്ഷം സ്വപ്നേപിനോ ഭവേത്. ത്വദ്ഭക്തി സമ്പന്ന, അങ്ങയിൽ ഭക്തി സമ്പന്നരായവർ, മുക്ത ഏവ ന, അങ്ങനെ അങ്ങയിൽ ഭക്തിയുള്ളവർക്ക് മുക്തി ലഭിക്കൂ എന്നുള്ളത് സംശയമില്ല. പിന്നെയോ ത്വദ്ഭക്തി അമൃതഹീനാനം, അങ്ങയിൽ ഭക്തിയാകുന്ന അമൃതം, അങ്ങയോടുള്ള ഭക്തിയാകുന്ന അമൃതം ഇല്ലാത്തവർക്കോ, അതായത് ഭഗവത് വിമുഖന്മാർക്കോ മോക്ഷ സ്വപ്നേപി നോ, മോക്ഷം സ്വപ്നത്തിൽ പോലുമില്ല. എന്താണ് അങ്ങനെ നമ്മളോട് അതിനൊരു ഉറപ്പ് തരികയാണ്. എന്താ അറിയോ, അങ്ങേൽ ഭക്തിയുള്ളവരൊക്കെ മുക്തന്മാരാവും എന്ന് സംശയമില്ല. കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവാം, എങ്കിലും ആ ഭക്തിയുള്ളവർ മുഴുവൻ മുക്തി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അങ്ങയിലുള്ള ഭക്തിയാകുന്ന അമൃത ആസ്വദിക്കാത്തവരോ അവർക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും മോക്ഷം ലഭിക്കില്ല എന്ന്. അതസ്ത്വദ്ഭക്തി സമ്പന്ന മുക്ത ഏവന സംശയ ത്വദ്ഭക്തി അമൃതഹീനാനാം, ഭക്തിയാകുന്ന അമൃതി ഇല്ലാത്തവർക്ക് മോക്ഷ സ്വപ്നേപിനോ ഭവേ, സ്വപ്നത്തിൽ പോലും മോക്ഷം ലഭിക്കുന്നില്ല. 37. കിം രാമ ബഹുനോക്തേന സാരം കിഞ്ചിത് ബ്രവീമിതേ സാധുസംഗതിരേവാത്ര മോക്ഷഹേതുരുദാഹൃത. രാമ ബഹുന ഉക്തേന കിം, എന്തിനേറെ പറയുന്നു എന്ന്. ബഹുന ഉക്തേന കിം, മേപ്പത്തൂരും പറയുന്നില്ലേ, പിന്നെ ഇതിൽ നാരായണീയത്തിൽ അങ്ങനെ പറയാം, ഞാൻ അധികമൊന്നും പറയുന്നില്ല, എന്തിനേറെ പറയുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ കിം രാമ ബഹുനോക്തേന, രാമ ബഹുന ഉക്തേന കിം, എന്തിന് ഞാൻ ഏറെ പറയണു, തേ സാരം കിഞ്ചിത് ബ്രവീമി, ഇതിൻ്റെ അങ്ങയുടെ ഇപ്പറഞ്ഞതിൻ്റെ മുഴുവൻ സാരം ഞാൻ ഇപ്പം പറയാം, ചുരുക്കി പറയാം. അത്ര ഈ ലോകത്തിൽ സാധുസംഗതി, അതായത് സജ്ജന സംസർഗം തന്നെ മോക്ഷഹേതുഹു, മോക്ഷത്തിന് ഉദാഹൃത, മോക്ഷകാരണമായിട്ട് ഉദാഹരിക്കപ്പെടുന്നു എന്ന്. അതായത് ഞാൻ എന്തിനേറെ പറയണത്, എല്ലാം ചുരുക്കി പറയാച്ചാൽ ചുരുക്കി ഞാൻ പറയാം. സജ്ജന സംസർഗം തന്നെയാണ് മോക്ഷത്തിന് ഹേതു എന്ന് ഉദാഹരിക്കപ്പെട്ട് പറയുന്നു എന്ന്. അതായത് ഈ ലോകത്തിൽ ലോകത്തിൽ ജന്മെടുത്ത ഒരാൾക്ക് ഈ ജനന മരണ പ്രവാഹമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട്
പ്രധാനമായിട്ടുള്ള ഒരു ഉപാധി ഏതാണ്? സജ്ജന സംസർഗം തന്നെയെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. കിം രാമ ബഹുനോക്തേന സാരം കിഞ്ചിത് ബ്രവീമിതേ സാധു സംഗതിരേ വാത്ര മോക്ഷഹേതുരുദാഹൃത. പിന്നെ 38 സാധവ സമചിത്തായേ നിസ്പൃഹ വിഗതൈഷിണ ദാന്താ പ്രശാന്താസ്ത്വദ്ഭക്ത നിവൃത്താഖില കാമനാഹ. ഏതൊരുവൻ സമചിത്താഹ നല്ല സമഭാവനയുള്ളവരോ, നിസ്പൃഹാഹ അതായത് ആഗ്രഹങ്ങളൊക്കെ അടങ്ങിയവനോ, വിഗത ഈഷിണ ഏഷണാച്ചാൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവരോ, ദാന്താഹ അതായത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവരോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിവുള്ളവരോ, പ്രശാന്താഹ ശാന്തന്മാരോ, ത്വദ്ഭക്ത നിന്തിരുവടിയിൽ പരമപ്രേമമുള്ളവരോ, നിവൃത്താഖില കാമനാഹ സകല വിഷയ രസങ്ങളിൽ നിന്നും വിഷയസുഖങ്ങളിൽ നിന്നും ആ പേജ് പോയി ശരിയാണ് എല്ലാ വിഷയസുഖങ്ങളിൽ നിന്നും നിവർത്തിച്ചവരോ, തേ സാധവ അവരാണ് ശരിക്കും സജ്ജനങ്ങൾ. എന്നാൽ ഇതിലത്തെ 9 ശ്ലോകത്തിൽ പറഞ്ഞില്ലേ സജ്ജന സംസർഗമാണ് മോക്ഷഹേതു എന്ന്, മോക്ഷത്തിന് ഏറ്റവും വലിയ കാരണം എന്നാൽ ആരാ സജ്ജനങ്ങളെന്നാണ്. അപ്പം ആരാ സജ്ജനങ്ങളെ പറയണം? സാധുക്കളുടെ ലക്ഷണം എന്താ വെച്ചാൽ അതായത് സമഭാവനയോട് കൂടിയിട്ട്, അതായത് ശത്രുമിത്രം അങ്ങനെ ഇല്ല, അങ്ങനെ സമഭാവനയോടുകൂടി നടക്കുന്നവരെ അതാണ് ഒരു ലക്ഷണം. ആരുടെ? സജ്ജനത്തിൻ്റെ. ഭേദഭാവന ഇല്ലാത്ത മനസ്സോടു കൂടിയവർ എന്ന് നമുക്ക് പറയാം. പിന്നെയോ ഇങ്ങനെ ഭേദഭാവന ഉണ്ടായാൽ ഉണ്ടാകാവുന്നതാണ് കാമക്രോധ ലോഭമത മോഹമാത്സര്യങ്ങൾ. നമ്മുടെ ശത്രുക്കൾ ഷഡ്വൈരികളൊക്കെ ഈ സമഭാവന ഇല്ലായിട്ടുണ്ടാവുകയാണേ. അപ്പോൾ സമഭാവനയില്ലായ്മയിൽ നിന്നുണ്ടാവുന്ന ഈ ഷഡ് വൈരികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒന്നിലും ഒരു ആഗ്രഹവുമില്ലാതെ ആരാണ് ഇരിക്കുന്നവരെ അവരും സജ്ജനങ്ങളാണ്. അപ്പോൾ സമഭാവന ഉള്ളവരെ, സമഭാവന ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഷഡ്വൈരികളെ അകറ്റി നിർത്തുന്നവരെ, പിന്നെ ഈ ഏഷണാത്രയം എന്ന് പറയും. 3 കാര്യത്തിലാണത്രയം നമുക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതിന് 3 കാര്യമാണ് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അതിനാണ് ഏഷണാത്രയം എന്ന് പറയുക. അതായത് 1 മക്കൾ, 1 ധനം, സമ്പത്ത്, പിന്നെ ഭാര്യ. ഈ 3 ആ ഏഷണാത്രയങ്ങൾ അധികം ഇല്ലാത്തവരും, പിന്നെ ഇന്ദ്രിയങ്ങളെ അടക്കിയവരും, അങ്ങയിൽ അത്യന്ത ഭക്തിയുള്ളവരും, എല്ലാ വിഷയ ആശകളെയും അടക്കിയവരും അല്ലെങ്കിൽ വിഷയാശകളെ ഇല്ലാതെ ആയിത്തീർന്നവരും അവരൊക്കെയാണ് സാധുക്കൾ. അപ്പോൾ സാധുക്കളുടെ ലക്ഷണം ഒന്ന് സമഭാവന, പിന്നെ കാമക്രോധ ഷഡ്വൈരികളെ അകറ്റി നിർത്തിയവർ, പിന്നെ പുത്രം ധനം ഭാര്യ ഏഷണാത്രയങ്ങളില്ലാത്തവർ, പിന്നെ ഒന്നിലും അങ്ങനെ അതിയായിട്ടുള്ള ആഗ്രഹമില്ലാത്ത നിസ്പൃഹന്മാരെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇന്ദ്രിയജയം വന്നവർ, പിന്നെയോ അങ്ങയിൽ ഭക്തിയുള്ളവർ, പിന്നെ വലിയ വിഷയികളല്ലാത്തവർ, ഇവരൊക്കെ സജ്ജനങ്ങളാണ്. സജ്ജനങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. സാധവ സമചിത്തായേ നിസ്പൃഹ വിഗതൈഷിണ ദാന്താഹ പ്രശാന്താസ്ത്വദ്ഭക്ത നിവൃത്ത അഖില കാമനാഹ. 39 ഇഷ്ടപ്രാപ്തി വിപത്യോശ്ച സമാഹ സംഘവിവർജിതാഹ സന്യസ്താഖില കർമാണ സർവദാ ബ്രഹ്മ തൽപരാഹ. ഇഷ്ടപ്രാപ്തി വിപേത്യാഹ അതായത് ഇഷ്ടമുള്ളത് ലഭിച്ചാലും ഇല്ലെങ്കിലും, നമുക്ക് ആഗ്രഹമുള്ളത് സംഭവിച്ചാലും ഈ ആപത്ത് സംഭവിച്ചാലും, നമുക്ക് ആഗ്രഹമുള്ളത് സംഭവിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയാം, അല്ലെങ്കിൽ ആഗ്രഹമുള്ളത് സംഭവിച്ചാലും അല്ലെങ്കിൽ ആപത്ത് വന്നാലും സമാഹ അതായത് സമാന മനസ്സോടുകൂടി സംഘവർജിതാഹ സംഘത്തെ വിട്ടിരിക്കുന്നവരും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവരും, സന്യസ്താഖില കർമാണ എല്ലാ കാമ്യകർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുന്നവരും, സർവദാ ബ്രഹ്മതൽപര എപ്പോഴും ബ്രഹ്മത്തിനെ അറിയാനുള്ള ഔത്സുക്യത്തോടു കൂടിയവരും. അതാണ് ഈ ആജ്ഞയും പറയണ സജ്ജനങ്ങളെ പറ്റിയിട്ട്. ഏതൊരാൾക്കാണ് അവനവന് ഇഷ്ടമുള്ളതും അനിഷ്ടമായിട്ടുള്ളതും ലഭിച്ചാൽ ഒരുപോലെ അതിനെ ആരാണ് അംഗീകരിക്കണത്? അയാൾ അതിനോട് സമാന മനസ്കത കാണിക്കണവർ, പിന്നെ എല്ലാ നിസ്സംഗന്മാർ,
പിന്നെ കാമ്യകർമ്മങ്ങളെയും നിഷിദ്ധ കർമ്മങ്ങളെയും എന്ന് വേണ്ട നിത്യകർമ്മങ്ങളെയും സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഈ ബ്രഹ്മചിന്തനം മാത്രമായിട്ട് ഉള്ള താല്പര്യം മാത്രം താല്പര്യം ഉള്ളവരൊക്കെ സജ്ജനങ്ങളോ സാധുക്കളോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഞാൻ ഇതിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടോ ശല്യ എന്താ ബ്രഹ്മാഭ്യാസം എന്ന് പറയുന്നുണ്ടേ. ത്വച്ചിന്തനം എന്താ ബ്രഹ്മാഭ്യാസം നമുക്ക് ചെയ്യാവുന്നതാ. എന്താ അറിയോ? ത്വച്ചിന്തനം, തത് കഥനം, അന്യോന്യം തത് പ്രബോധനം, ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധാഹ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. എന്താ അറിയോ? എന്താ ബ്രഹ്മാഭ്യാസം നമുക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മൾ ഭഗവാനെ പറ്റി, ഭഗവാനോ ബ്രഹ്മെന്നോ എന്താ വെച്ചാൽ അത് എപ്പോഴും നമുക്ക് ഭഗവാൻ എന്ന് പറയാം. ഭഗവാനെ പറ്റി ചിന്തിക്കുക. പിന്നെയോ അതാണ് തച്ചിന്തനം. പിന്നെ ഭഗവാനെ പറ്റി ബാക്കിയുള്ളവരോട് പറയുക, ഭഗവാനെ പറ്റി കഥ കേൾപ്പിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. അതാണ് ഏത് തത് കഥനം. പറയുക എന്ന് പറയുക. അങ്ങയെപ്പറ്റി എപ്പോഴും വിചാരിക്കുക, അങ്ങയുടെ കഥകൾ പറയുക, തത് കഥനം. പിന്നെയോ അന്യോന്യം തൽ പ്രബോധനം. എന്നിട്ട് അങ്ങടും ഇങ്ങടും അങ്ങടും ഇങ്ങടും പിന്നെ നമ്മളെ പ്രബോധനം ചെയ്യുക. നമ്മുടെ അറിവ് വേറെ ആൾക്ക് കിട്ടും, വേറൊരു സജ്ജനത്തിൻ്റെ അറിവ് നമുക്ക് ലഭിക്കും. അന്യോന്യം തൽ പ്രബോധനം. അതായത് സംശയമോ ഒന്നും ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് അന്യോന്യം അതിനെപ്പറ്റി പറഞ്ഞ് സംസാരിച്ച് വേറൊരാളുടെ അറിവ് നമുക്ക് കിട്ടും, നമ്മുടെ അറിവ് വേറെ ആൾക്ക് പങ്കിടുക. അങ്ങനെ അതാണ് അന്യോന്യം തൽപ്രബോധനം. പിന്നെയോ ഏകദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധാഹ. ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ മാത്രം താല്പര്യം, ഏകദേകപരത്വം, അങ്ങനെ താല്പര്യം, അതിന് മാത്രം താല്പര്യമുള്ളവരായിരിക്കുക, അതിനെയാണ് അത്രയും ബ്രഹ്മാഭ്യാസം എന്ന് വിദ്വാൻമാർ പറയണത്. അപ്പം നമുക്കെന്തേ ആലോചിക്കണ്ടു, പറ്റണത്രേ ഭഗവാനെ സ്മരിക്കുക, തത് ചിന്തനം. പിന്നെ തത് കഥനം, പറ്റി ഭഗവാന്റെ കഥകൾ പറയുക. പിന്നെയോ അന്യോന്യം തത് പ്രബോധനം, അന്യോന്യം വർത്തമാനം പറയുമ്പോഴും എപ്പോഴും ഭഗവാനെ പറ്റി പറയുക. നമ്മൾ വേറെ ആളോട് പറയുമ്പോഴും ഇനി സംഭാഷണമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴും ഭഗവാനെ പറ്റി പറയുക. അപ്പോൾ അവരുടെ അറിവ് നമുക്ക് കിട്ടും, നമ്മുടെ അറിവ് അവർക്ക് പങ്കിടാം. ഇങ്ങനെ ഏത് സമയത്തും ബ്രഹ്മത്തിനെ പറ്റി അല്ലെങ്കിൽ ഭഗവാനെ പറ്റി മാത്രം സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ബ്രഹ്മാഭ്യാസം എന്ന്. അപ്പം നമ്മൾ എത്രത്തോളം സമയം നമുക്ക് ഭഗവത് കഥകൾ പറയാനും കേൾക്കാനും ഭഗവാനെ ചിന്തിക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ബ്രഹ്മാഭ്യാസികളാണ്. അപ്പോൾ ബ്രഹ്മാഭ്യാസം കുറച്ചായിട്ട് തുടങ്ങാം, എന്നിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ട്, അതായത് ഭഗവാനുമായിട്ട് നമ്മളുള്ള ആ സമയം മനസ്സുകൊണ്ട് ചെലവഴിക്കുന്ന സമയം നമ്മൾ കൂട്ടി കൊണ്ടുവരണം. അതാണത്തെ ബ്രഹ്മാഭ്യാസം. തത് ചിന്തനം, തത് കഥനം, തത് അന്യോന്യപ്രബോധനം. പിന്നെയോ എപ്പോഴും അത് വിചാരിക്കുക, അതാണ് ഏകദേകപരത്വം, ആ പരബ്രഹ്മത്തിനെ തന്നെ എപ്പോഴും ചിന്തിക്കുക. ബ്രഹ്മാഭ്യാസം വിദുർബുധ. ബുദ്ധിയുള്ളവർ പറയണു ഇതാണ് ബ്രഹ്മാഭ്യാസം എന്ന്, വിദ്വാൻമാർ. അപ്പോൾ ഇവിടെ അതുതന്നെയാണ് പറഞ്ഞത്. അവനവനും കിട്ടുന്ന ഇഷ്ടാനിഷ്ടപ്രാപ്തിയിലൊക്കെ ഒരുപോലെ സന്തോഷിക്കുക, എല്ലാവിധ സംഘത്തെയും വിടുക, കാമ്യകർമ്മങ്ങളെയും നിഷിദ്ധകർമ്മങ്ങളെയും എന്ന് വേണ്ട നിത്യകർമ്മങ്ങൾ പോലും ഉപേക്ഷിച്ച് ബ്രഹ്മചിന്തനം മാത്രം, അങ്ങനെയുള്ളൊരു സാധുക്കളാണ് പറഞ്ഞു. പിന്നെ അവർ ബ്രഹ്മാഭ്യാസം എന്താണെന്ന് നമുക്ക് പറയുകയാണ് സാധാരണക്കാർക്ക് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എത്രയും സമയം നോക്കട്ടെ, 35 വായിച്ച് നമുക്ക് 36 പോവാം. ലോകേ ത്വദ്ഭക്തി നിരതാസ്ത്വന്മന്ത്രോപാസകാശ്ചയേ വിദ്യാപ്രാദുർഭവയത്തേഷാം നേതരേഷാം കദാചന. അല്ല ഏതാ ഞാൻ ചൊല്ലിയത്? അതെ, അയ്യോ തെറ്റി, പേജ് മാർക്ക് ചെയ്യാം. അതെ ഇപ്പോൾ 39 നമ്മൾ ചെല്ലേണ്ടത്. ഞാനതൊന്നും കൂടി ചെല്ലട്ടെ, തെറ്റിയിട്ട് 36 ചെല്ലിയതേ. ഇഷ്ടപ്രാപ്തി വിപത്യോശ്ച സമാഹ സംഘവിവർജിതാഹ സന്യസ്താഖില കർമാണ സർവദാ ബ്രഹ്മതൽപര. ഇനി 4 ശ്ലോകം ഒന്നിച്ചാണ്, അപ്പോൾ കുറച്ച് സമയവും സാരല്ല. യമാദിഗുണസമ്പന്നാഹ സന്തുഷ്ടാ യേന കേനചിത്
സത്സംഗമോ ഭവേദ്യർഹി ത്വത്കഥാശ്രവണേ രതിഃ സമുദേതി തതോ ഭക്തിസ്ത്വയി രാമ സനാതനേ ത്വദ്ഭക്താവുപപന്നായാം വിജ്ഞാനം വിപുലം സ്ഫുടം ഉദേതി മുക്തിമാർഗോയമാദ്യശ്ചതുരസേവിത തസ്മാദ്രാഘവ സദ്ഭക്തിസ്ത്വയി മേ പ്രേമലക്ഷണ സദാ ഭൂയാദ്ധരേ സംഗസ്ത്വദ്ഭക്തേഷു വിശേഷത അദ്യ മേ സഫലം ജന്മ ഭവൽ സന്ദർശനാദ് അഭൂത്. ഇപ്പം 4 ശ്ലോകം ഒന്നിച്ചാട്ടോ. എന്താ പറയുക, യമാദിഗുണസമ്പന്നായ, അതായത് യമം നിയമം അങ്ങനത്തെ ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുക. ഏന കേനത്തിൽ സന്തുഷ്ടാഹ, എന്തുകൊണ്ടാണെങ്കിലും സന്തോഷിക്കുക, അതായത് എതിർച്ചയാലാപസന്തുഷ്ടന്മാരാവുക. സത്സംഗമ യർഹി ഭവേത്, സജ്ജന സംസർഗം എപ്പോൾ ഭവിക്കുമോ തർഹി കത്വൽ കഥാശ്രവണേ രതി സമുദേതി, അതായത് സജ്ജന സംസർഗം ഉണ്ടായാൽ ഭഗവാന്റെ കഥകളിൽ താല്പര്യം തന്നെ ഉണ്ടാവും. രാമ തഥാ സനാതനേ ത്വയി ഭക്തി സമുദേതി, എന്നിട്ട് അങ്ങയിൽ നിത്യനായിട്ടുള്ള സനാതനായിട്ടുള്ള അങ്ങയിൽ ഭക്തി ഉണ്ടാകും. ത്വദ്ഭക്ത ഉപപന്നായ, എന്നിട്ട് അങ്ങയിൽ ഭക്തി ഉണ്ടായാലോ വിപുലം സ്ഫുടം വിജ്ഞാനം ഉദേതി, അങ്ങയിൽ അനന്യഭക്തി ഉണ്ടായാൽ പിന്നെ അനുഭവജ്ഞാനം ഉണ്ടാവും. സ്ഫുടം വിജ്ഞാനം, അതാണ് അനുഭവജ്ഞാനം ഉദിക്കും. അയം ഇത് ആദ്യ മുഖ്യവും ചതുരസേവിത, നല്ല സാമർഥ്യം കുശലന്മാർ നല്ല ബുദ്ധിയുള്ളവരൊക്കെ സ്വീകരിച്ചതുമായ മുക്തിമാർഗമാണ്. തസ്മാത്, അതുകൊണ്ട് രാഘവ ഹേ രാമ ത്വയി പ്രേമലക്ഷണ സദ്ഭക്തി മേ സദാഭൂയ, അതുകൊണ്ട് അങ്ങയിലുള്ള ഭക്തി എനിക്ക് എപ്പോഴും നിരന്തരമായ ഭക്തി എനിക്ക് നൽകണമേ, എനിക്ക് ഭവിക്കണം. പരമപ്രേമലക്ഷണമായിട്ടുള്ള ആ ഭക്തി എനിക്ക് സദാ ഉണ്ടാവണേ. ഹരേ ത്വദ്ഭക്തേഷു വിശേഷതഃ സംഗാഭൂയ, അത് മാത്രമല്ല, എനിക്ക് ഭക്തി ഉണ്ടാവണമെന്ന് മാത്രമല്ല, ഭക്തന്മാരുമായിട്ടുള്ള സംസർഗവും വേണം. ഭവൽ സന്ദർശനാത്, അങ്ങയുടെ ഈ സന്ദർശനം കൊണ്ട് അദ്യമേ ജന്മം സഫലം, എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞു. അത്ര സന്തോഷമായി അഗസ്ത്യന്. സ്തുതി കഴിയാറായിട്ടോ. എന്താ പറഞ്ഞാൽ വെച്ചാൽ, ഏതൊരു ആൾക്കാരാണ് യമനിയമം, അങ്ങനെ നമ്മൾ അഷ്ടാംഗയോഗമൊക്കെ പരിശീലിച്ചിട്ടേ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള അഷ്ടാംഗയോഗത്തെ എല്ലാം ആയിട്ട് എല്ലാം അനുഷ്ഠിക്കുന്നവരും എതിർച്ഛയാലാഭസന്തുഷ്ടന്മാരും അവരൊക്കെ സജ്ജനങ്ങളാണ്. യമനിയമങ്ങളൊക്കെ അനുഷ്ഠിച്ച് മോക്ഷത്തിന് വേണ്ടിയിട്ട് തന്നെ യോഗികളായി തീരുന്നവരും, എന്തെങ്കിലും കിട്ടിയാൽ ആഗ്രഹിച്ചത് കിട്ടുക എന്നില്ല, എപ്പോൾ കിട്ടുക എന്നുമില്ല, എതിർച്ഛയാ കിട്ടിയാൽ സന്തുഷ്ടം, അതുകൊണ്ട് മാത്രം സംതൃപ്തി അടയുന്നവരൊക്കെ സാധുക്കളാണ്. ഇങ്ങനെ ഇരിക്കണ സജ്ജനങ്ങളോടുള്ള സംസർഗം ഉണ്ടാവുമ്പോൾ അവരെപ്പോഴും, അങ്ങനത്തെ സജ്ജനങ്ങളൊക്കെ എപ്പോഴും ഭഗവത് കഥകളാണ് പറയുക. അപ്പം നമുക്ക് അവരായിട്ട് സംസർഗം ഉണ്ടാവുമ്പോൾ നമുക്കും ഭഗവത് കഥകളിൽ പതുക്കെ താല്പര്യം ഉദിക്കും. അങ്ങനെ ഭഗവാനിലുള്ള ഭക്തി കൂടിക്കൂടി വരും. അപ്പോൾ അങ്ങനെ ആ ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ ആത്മജ്ഞാനം തന്നെ ഉണ്ടാവും, ഉദിക്കും. ഇതാണ് സാധാരണ ബുദ്ധിയുള്ളവരൊക്കെ പരിശീലിക്കുന്ന ഒരു മാർഗം. ഇതാണ്, അതായത് സജ്ജനങ്ങളെ കണ്ടുപിടിക്കുക. സജ്ജനങ്ങളെ കണ്ടാൽ അവരുടെ കൂടെ സംസർഗം, അപ്പം നമ്മുടെ ഭക്തി വർദ്ധിക്കുകയും ഭഗവത് കഥകളിൽ ഇൻട്രസ്റ്റ് വരും. എന്നിട്ട് നമ്മുടെ ഭക്തി വർദ്ധിക്കും, അങ്ങനെ ജ്ഞാനം ഉദിക്കും. ഇതാണ് സാധാരണ ബുദ്ധിയുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാർഗം. എല്ലാവരും മുഖ്യമായിട്ട് പരിശീലിക്കുന്ന ഒരു മുക്തിമാർഗമാണ്. അതുകൊണ്ട് ഭഗവാനെ രാമ, ഹേ രാമ, എനിക്ക് അങ്ങയിൽ ആ പരമപ്രേമലക്ഷണമായ പരിശുദ്ധ ഭക്തി എനിക്കുണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണേ. അഗസ്ത്യൻ പറയണേ, സർവസന്താപങ്ങളെയും ഇല്ലാതാക്കുന്ന ഹേ രാമഭഗവാനെ, നിന്തിരുവിടെ ഭക്തന്മാരിൽ വിശേഷിച്ചും എനിക്ക് സംഘം ഉണ്ടാവണേ. എന്നിട്ട് ഒന്നും കൂടി പറഞ്ഞു, ഇന്നിപ്പോൾ അങ്ങേ കണ്ടതുകൊണ്ട് എൻ്റെ ജന്മം തന്നെ സഫലമായി. ഇന്നത്തെ ദിവസമൊന്നുമല്ല, അങ്ങേ ഇപ്പം എനിക്ക് പ്രത്യക്ഷ ദർശനം സാധിച്ചുല്ലോ, എൻ്റെ ജന്മം തന്നെ സഫലമായി എന്നാണ് പറയണത് കേട്ടോ. അപ്പം നമുക്ക് ഇത് നിർത്താം. ഈ 4 ശ്ലോകം വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇനി കുറച്ചും കൂടി ഉണ്ട് അഗസ്ത്യസ്തുതി, അത് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. യമാദിഗുണസമ്പന്നാഃ സന്തുഷ്ടായേന കേനചിത് സത്സംഗമോ ഭവേദ്യർഹി ത്വത്കഥാശ്രവണേ രതിഃ സമുദേതി തതോ ഭക്തിസ്ത്വയി രാമ സനാതനേ
ത്വദ്ഭക്താ ഉപപന്നായാം വിജ്ഞാനം വിപുലം സ്ഫുടം ഉദേതി മുക്തിമാർഗോയമാദ്യശ്ചതുരസേവിത തസ്മാത് രാഘവ സദ്ഭക്തിസ്ത്വയി മേ പ്രേമലക്ഷണ സദാ ഭൂയാദ്ധരേ സംഗസ്ത്വദ്ഭക്തേഷു വിശേഷതഃ അദ്യ മേ സഫലം ജന്മഭവൽ സന്ദർശനാത് അഭൂത്. അപ്പോൾ വളരെ ഇത് സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞത് കേട്ടോ. സാധുക്കളെ കണ്ടാൽ, അതായത് യമനിയമാദികളൊക്കെ അനുഷ്ഠിക്കുന്ന സാധുക്കളെ കണ്ടാൽ അവരുടെ സംസർഗം എനിക്ക് ആദ്യം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സജ്ജനങ്ങളോട് സംസർഗം ഉണ്ടായാൽ അവരെപ്പോഴും ഭഗവാനെ പറ്റിയല്ലേ പറയുക. അപ്പോൾ എനിക്കും ഭഗവത് കഥകളിലൊക്കെ രതി ഉണ്ടാവും. അങ്ങനെ എൻ്റെ ഭക്തി വർദ്ധിക്കും. അങ്ങനെ എൻ്റെ ഭക്തി വർദ്ധിച്ച് എനിക്ക് ജ്ഞാനം തന്നെ ഉദിക്കും. ഇതാണ് ബുദ്ധിയുള്ളവർ മുഴുവൻ ബുദ്ധിയുള്ളവർ മുഴുവൻ മുഖ്യമായിട്ട് പരിശീലിച്ച് വരുന്നൊരു മുക്തിമാർഗം ഇതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ പരിശുദ്ധ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. ആൻഡ് എനിക്ക് ഭക്തന്മാരുടെ സംഘം ഉണ്ടാവണേ. ഇന്ന് എനിക്ക് അങ്ങയെ കണ്ടത് വളരെ ഭാഗ്യമായി. എത്ര നന്നായിട്ട് പറഞ്ഞു അല്ലേ അഗസ്ത്യ മഹർഷി. കുറച്ചും കൂടി ഇല്ല, നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.